ഇന്നാണല്ലേ ഈ പ്രധാനപ്പെട്ട ചടങ്ങ്. എന്തൊക്കെയാണ് ഇന്ന് ശരിക്കും നടക്കുന്നത്? ഇന്നെന്താണ് പ്രധാനമായും ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങുകൾ? கல்பாத்தி நீங்க தான் சொல்லணும். எல்லாத்தையும் சொல்றது. கல்பாத்தி தேரு 4 கிராமத்து 10 கிலோ சாத்தப்புறம் ஓல்டு கல்பாத்தி நியூ கல்பாத்தி மந்தக்கரை கணபதி 4 അമ്പലത്തില് കാർ ഫെസ്റ്റിവലാണ്. കൊല്ലമായിട്ട് നല്ല വേൾഡ് ഫേമസ് ആണ്. നമ്മ പാലക്കാട് കാർ ഫെസ്റ്റിവൽ ഉണ്ട് വേൾഡ് ഫെസ്റ്റിവൽ. ഞങ്ങൾ കുട്ടിക്കാലങ്ങളും കൊണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രഥസംഗമം നടക്കുന്നത് 5ാം തിരുനാൾ 12ാം തീയതി 5ാം നാൾ ഇത് സംഗമം ഉണ്ടാകും. 5 പേരും 4 ഗ്രാമത്തിൽ കൊണ്ട് ഇവിടെ ഒരുമിച്ച് കാണാം. വീടുകളിലൊക്കെ ആഘോഷങ്ങളല്ലേ? എന്താ പ്രിപ്പറേഷൻസ് എന്തൊക്കെയുള്ള വീടിനുള്ള? ഒക്കെ ഫോറിനിലിருந்து എല്ലാവരും വരും, എല്ലാവരും ആഘോഷിക്കും. വയസ്സായവരൊന്നും കാര്യമില്ല, ഞങ്ങൾ ആഘോഷിച്ച് തേരൊക്കെ വിളിക്കും. ഇൻട്രസ്റ്റ് ആയി 10 ദിവസം എനർജി ആയിട്ട് ഞങ്ങൾ ഇരിക്കും. അതാണ് പ്രധാനം. ദൈവത്തിന്റെ അറിവ് കൊണ്ട് ഞങ്ങൾ 10 ദിവസം എനർജിക്കായിട്ട് കാർ ഫെസ്റ്റിവൽ കൊണ്ടാടും. സ്വന്തക്കാർ അത്ര പേര് ഇവിടെ വരും. എല്ലാരും വന്നിട്ടുണ്ടോ? വീട്ടിലൊക്കെ എല്ലാരും സ്വന്തക്കാരൊക്കെ ഫോറിനൊക്കെ വന്നിട്ടുണ്ടോ? ഓ, എല്ലാരും പുറത്ത് പോയിട്ടുണ്ട്. ഇത് ദുബായ്, ഇവരൊക്കെ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ചെന്നൈ, അമേരിക്ക എല്ലാരും തേര് കാണാൻ പോയിട്ടുണ്ട്. ആമാ, സദ്യയൊക്കെയാണ് ഇവിടെ. ഇവര് അമ്പലത്തിൽ 10-30 കൊല്ലമായി പ്രസിഡന്റ് യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ കാർ ഫെസ്റ്റിവലിന്റെ യങ്സ്റ്റേഴ്സ് അസോസിയേഷൻ ജോറായിട്ട് നടക്കും. രഥോത്സവം പറഞ്ഞാൽ എല്ലാവരും സ്ഥലത്തു നിന്ന് വരും. പിരിവൊക്കെ ചെയ്ത് ഇവരൊക്കെ പിരിവൊക്കെ ചെയ്ത് കൊണ്ടുവരും. പേര് രാമചന്ദ്രനാണ്. ഹിന്ദുചന്ദ്രൻ എന്ന് പറയും. എല്ലാവരും ഹിന്ദു പേപ്പർ ആളാണ്. അത് ഹിന്ദു പേപ്പറുണ്ട്. എന്താണ് ഈ പഴയ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് രഥോത്സവത്തിൽ? പഴയ ഓർമ്മയെല്ലാം ചൊല്ലുമ്പോ പഴയ ഓർമ്മ പറഞ്ഞാൽ വളരെ ജോറായിട്ട് കൊല്ലം ഏറിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് വേറെ ഇപ്പോഴത്തെ ട്രെൻഡുകളെല്ലാം മാറിയില്ലേ? അതുകൊണ്ട് ആർക്കും ഒരുപാട് നല്ല അസാധ്യമായിട്ട് ഇത് കാണാൻ വേണ്ടി തന്നെ പോകുന്നതൊക്കെ പണ്ടേക്ക് ഇത് വേറെ ഇപ്പത്തെ ട്രെൻഡുകൾ തകർന്നുപടി പ്രധാനം എല്ലാം 10 ദിവസം ദൈവത്തിന്റെ അറിവ് കൊണ്ട് ഈ തിരുവനന്തപുരത്താണ് ഇവർ 10-60 കൊല്ലമായിട്ട് ഇവിടെ തന്നെ താമസം. ദുബായിൽ നിന്ന് വന്നാണ് ദിവസം പങ്കെടുക്കാൻ. எனக்கு மலையாளம் அறியல, தமிழ் சொல்லுங்க. நான் துபாயில இருந்து தான் வந்திருக்கேன். இது என்னோட சிஸ்டர், என்னோட அத்திம்பை. எப்பவும் வருஷம் தேருக்கு வரும். இந்த தேரி எனக்கு ரொம்ப பிடிக்கும். அதான் എല്ലാ വർഷവും വരും. ഓ, വേറെ മാറ്റമില്ല, മാറ്റമേ ഇല്ല. ഇതാണ് കൽപ്പാത്തിക്കാരുടെ പ്രതികരണം. രഥോത്സവം കാണാൻ എല്ലാവരും ദുബായിൽ നിന്നും എല്ലായിടത്തും എത്തുന്ന ആളുകളാണ്. കോലം വരയ്ക്കൽ നമുക്കറിയാം ഈ തെരുവുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. എല്ലാ ദിവസവും ഇങ്ങനെ കോലം വരയ്ക്കും. ഇപ്പോൾ ആഘോഷത്തിന്റെ ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മനോഹരങ്ങളായ കോലങ്ങളാണ് നമുക്കിവിടെ എല്ലാം ഈ ദിവസങ്ങളിൽ കാണാനാകുന്നത്. കൽപ്പാത്തിക്കാർ അവർക്ക് നമ്മൾ സൂചിപ്പിച്ച പോലെ ഓരോ വർഷവും അതിന്റെ പെരുമ, അതിന്റെ ഭംഗി കൂടി വരുന്നു എന്നാണ് കൽപ്പാത്തിക്കാരുടെ പ്രതികരണം. ഏതായാലും ആളുകൾ ഇവിടേക്ക്, കൂടുതൽ പേർ ഇവിടേക്ക് ഓരോ നിമിഷവും എത്തുന്നതാണ് നമുക്ക് കാണാനാകുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടാണ് ദേവരഥ സംഗമം. കൽപ്പാത്തിക്കാർ ഏറെ ആഹ്ലാദത്തോടുകൂടി, ഏറെ ഭക്തിയോടുകൂടി കാണുന്ന ദേവരഥ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്നു. ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. മറ്റു ചടങ്ങുകളും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. ആര്യ, തീർച്ചയായും ശരി. അരുൺ വി അരുണാണ് കൽപ്പാത്തിയിൽ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചത്. എന്തായാലും ദേവരഥ സംഗമത്തിനായി എല്ലാവരും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വീടുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ബന്ധുക്കളും ഒക്കെ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ എല്ലാവരും ഈ ഒരു ഉത്സവം പ്രമാണിച്ചാണ് എല്ലാ വർഷവും എത്താറുള്ളത് എന്നാണ് പറയുന്നത്. ദുബായിൽ നിന്നൊക്കെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു അമ്മയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വീടുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. വൈകുന്നേരമാണ് ഇനി ദേവരഥ സംഗമം. ആ ഒരു തേര് വലിക്കാനൊക്കെയുള്ള ഒരു പ്രിപ്പറേഷനിലും സന്തോഷത്തിലും അതിന്റെ ഒരു ആഹ്ലാദത്തിലും ഒക്കെയാണ് പാലക്കാട്ടുകാർ, കൽപ്പാത്തിക്കാർ ഉള്ളത്.